ഹലോ, വെൽക്കം ബാക്ക്. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് എന്ന് കൂടെ അർത്ഥമുണ്ടല്ലേ. അപ്പം ഞാനിന്ന് എന്നെ ഒന്ന് സ്നേഹിക്കാം എന്ന് കരുതി കുറേ നാളായിട്ട് തിരക്കിപ്പെട്ടുകൊണ്ട് തന്നെ ബോഡിക്കോ ഹെയറിനോ സ്കിന്നിനോ അങ്ങനെ ഒന്നിനും തന്നെ കെയർ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്നൊന്ന് സ്നേഹിച്ച് കൊല്ലാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഹെയർ പാക്കാണ് ട്രൈ ചെയ്യുന്നത്. മുടിയൊക്കെ വല്ലാതെ നാശമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കിച്ചണിലേക്ക് പോയത് പച്ചരി അന്വേഷിച്ചാണ്. എനിക്ക് പച്ചരി കിട്ടിയില്ല. ഞാൻ ബിരിയാണി അരി അടിച്ചു മാറ്റി ഇങ്ങ് പോന്നിട്ടുണ്ട്. 2 സ്പൂണേ എടുത്തുള്ളൂ കേട്ടോ. അത് ചോറ് വെക്കുന്ന പോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് അരച്ച് കുഴമ്പ് പരുവത്തിലാക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കോൺഫ്ലോർ എടുത്ത് വെള്ളത്തിലോ പാലിലോ എങ്ങനെയാ വെച്ചാൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ അരച്ച് വെച്ചിട്ടുള്ള കുഴമ്പായിട്ടുള്ള ബിരിയാണി ചോറുണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് അങ്ങ് കുറുക്കിയെടുക്കണം. കുറുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കില്ലേ നമ്മൾ, ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. കുറച്ച് തണുത്ത് വരുമ്പോൾ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണയാവാം, ബദാം ഓയിലോ ഒലീവ് ഓയിലോ അങ്ങനെ ഏത് ഓയിലും ആവാം, ഒന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് സാവധാനം ഓരോ മുടിയും ചീവി അതിലേക്ക് നമ്മൾ പിടിപ്പിക്കണം. ചീവി പിടിപ്പിക്കുമ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഉത്തമമായി. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് പല ഏരിയയിലും അങ്ങ് എത്തിയിട്ടില്ല. ആൻഡ് ഞാനിതൊരു 10 മിനിറ്റോളം വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. നിങ്ങൾ വെക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വെക്കാനായിട്ട്, മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്ര 10 മിനിറ്റ് വെച്ചിട്ട് തന്നെ എൻ്റെ മുടിയിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എൻ്റെ മുടി. കുറച്ച് നേരം കൂടെ വെച്ചാണെങ്കിൽ ശരിക്കും സ്ട്രെയിറ്റൻ ആയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടി പാർലറൊക്കെ പോയി ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നതിനേക്കാളും നമ്മൾ തന്നെ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. ടൈം കുറച്ച് പോവെങ്കിലും നമുക്കൊരു ആത്മസംതൃപ്തി അതിൽ നിന്ന് കിട്ടും. ഈ കീ ചെയിൻ നിങ്ങൾ കണ്ടോ? ഇത് ഞാൻ തന്നെ ക്ലേ വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. കളർ കോമ്പിനേഷൻ ഒന്നും ശരിയായിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.